നമസ്കാരം. ഞാൻ ജ്ഞാനസ്നാനം എന്ന പേരൊക്കെ ഇട്ടിട്ടില്ല. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു വലിയ കക്ഷിയുടെ കണ്ണിൽ നിന്ന് പൊടിയിട്ട് പതുക്കെ മറിഞ്ഞിരിക്കുകയായിരുന്നു. നിങ്ങൾ കോൺഗ്രസ്സുകാർ ഇവിടെ കടപ്പുറത്ത് വിളിച്ചു ചേർത്തിട്ട് ഈ അമോദി ഒരു ബോംബാണെന്നും എന്തുകൊണ്ടാണ് അവന്മാർ വന്ന് ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോകാത്തതെന്നും ജയിലിൽ ഇട്ട് പണ്ടാറടക്കാത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനത്ര ധീരനൊന്നുമല്ല. എൻ്റെ ഉള്ളിൽ ചെറിയൊരു കിടിലുണ്ടായി. 2 പെൺമക്കളുണ്ട്, അവരെ കല്യാണം കഴിപ്പിക്കാൻ പ്രായമായി. ഭാര്യ എന്നെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാളാണ്. എന്നെ ആശ്രയിക്കുന്ന ഒരു കുടുംബം കടുങ്ങല്ലൂർ എന്ന് പറയുന്ന നാട്ടിലുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മൾ ഈ പുകഴ്ത്തി ചെല്ലുമ്പോൾ നേതാക്കന്മാർക്കൊക്കെ വലിയ ധൈര്യം സ്വയം വരുമല്ലോ. ദൈവത്തിൻ്റെ മോനാണെന്നൊക്കെ ചിലർ സ്വയം പറയാൻ തുടങ്ങിയതുപോലെ ഇതിങ്ങനെ പ്രശംസ കേട്ട് എനിക്കൊരു സ്വയം ഞാനൊരു ധീരനാണ് എന്ന് തോന്നാൻ തുടങ്ങി. അമോദി എന്ന കഥയെ തന്നെയായിരുന്നു, അമോദി എന്നായിരുന്നു അതിന് ആദ്യം ഇട്ടിരുന്ന പേര്. ജ്ഞാനസ്നാനം എന്ന പേര് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ സാബർമതി ആശ്രമത്തിൽ പോയി. ഇതിവിടെ പലരും പറഞ്ഞ പോലെ ദിവസങ്ങളോളൊന്നുമല്ല, ഒരു ദിവസമാണ്. ഒരു ദിവസം മുഴുവനും, ഒരു പകൽ മുഴുവനും സാബർമതി ആശ്രമത്തിലിരുന്നു. ഞാൻ 10 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം എഴുതിയ കഥയാണ് ജ്ഞാനസ്നാനം. അതിനു മുമ്പ് ശ്രീ NS മാധവൻ ഇന്ത്യ ടുഡേയുടെ ഓണപ്പതിപ്പ് തയ്യാറാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം എഴുതിയ 3 മാന്ത്രികന്മാർ എന്നൊരു കഥയാണ് എൻ്റെ ഏറ്റവും അവസാനത്തെ കഥ. ഇതിന് തൊട്ടു മുമ്പ് എഴുതിയ കഥ എഴുതാതിരിക്കുന്നതാണ് ഏറ്റവും ആശ്വാസമെന്ന് എഴുതുന്നവർക്ക് എല്ലാവർക്കും അറിയാം. വ്യാജ എഴുത്തുകാർക്കല്ല, ഒറിജിനൽ എഴുത്തുകാർക്ക് എഴുതാതിരിക്കുന്നതാണ് ആശ്വാസം എന്നറിയാം. കാരണം ഇതൊരു പീഡാനുഭവമാണ്. ക്രിസ്തു കുരിശിൽ മരിച്ചതുപോലെ, ഗാന്ധി ഒരു മതഭ്രാന്തൻ്റെ വെടിയുണ്ടയ്ക്ക് ഇരയായതുപോലെ തത്സമമായിട്ട് സങ്കല്പിക്കാവുന്ന എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റിവിറ്റി ആണ്. നമ്മൾ സർഗാത്മകമായിട്ട് എന്തെങ്കിലും സൃഷ്ടിക്കുമ്പോഴാണത്. ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധിച്ചിരുന്നെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാണ്. നേരത്തെ പറഞ്ഞൊരു ഉദാഹരണത്തെ പിൻപറ്റി പറഞ്ഞാൽ, ഒരു ചിപ്പിക്കുള്ളിൽ വീഴുന്ന ഒരു കരട് ആ ജന്തുവിനെ കടഞ്ഞ് ആണ് മുത്തായി മാറുന്നതെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ, നിഷ്കളങ്കമായൊരു മനസ്സിൽ, വ്യക്തിപരമായിട്ട് നമുക്ക് പല കളങ്കങ്ങളും ഉണ്ടാവും. അറിവുകൾ നമ്മളെ ചീത്ത മനുഷ്യനാക്കും. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ പുസ്തകങ്ങളും വായിച്ച് മഹാനായ മനുഷ്യനായി മാറുകയല്ല, അറിവുകളും നമ്മളെ ചീത്തയാക്കും. എന്നാൽ ക്രിയേറ്റിവിറ്റിയുടെ സന്ദർഭത്തിൽ ഒരു നിഷ്കളങ്കനായ കുഞ്ഞിനെ പോലെയാണ് എല്ലാ എഴുത്തുകാരുടെയും എല്ലാ കലാകാരന്മാരുടെയും. അത് ശില്പി ആയിക്കൊള്ളട്ടെ, സംഗീതജ്ഞനായിക്കൊള്ളട്ടെ, ഏത് സർഗാത്മക പ്രവർത്തനം ചെയ്യുന്ന ആളുടെയും മനസ്സ് സൃഷ്ടിയുടെ സന്ദർഭത്തിൽ ഒരു ശിശുവിനെ പോലെ, മറ്റൊരു വാക്ക് ഉപയോഗിച്ചാൽ ദൈവത്തെ പോലെ നിഷ്കളങ്കമാണ്. കളങ്കമില്ലാത്ത ഒന്നാണ്. അറിവില്ലാത്ത എന്നല്ല വാക്ക്, നിഷ്കളങ്കമാണ്, കളങ്കമില്ലാത്തതാണ്. ഈ കളങ്കമില്ലായ്മയിൽ വന്നു വീഴുന്ന കരടുകളാണ് നേരത്തെ പറഞ്ഞ പോലെ മുത്തായിത്തീരുന്നത് പോലെ കലാസൃഷ്ടിയായിത്തീരുന്നത്. അങ്ങനെ ആ കഥ എഴുതാൻ ഞാൻ ഏതാണ്ട് ഒരു 10 വർഷത്തോളം എടുത്തു. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അധികാരം ഇപ്പോൾ ഭരിക്കുന്ന കക്ഷിയിലേക്ക് മാറിയ ആ കാലത്ത് മുതൽ 2 വർഷം മുമ്പ് ഈ കഥ പൂർത്തിയാക്കുന്ന കാലം വരെയുള്ള ഒരു 10 വർഷം, 2014 മുതൽ 2023 കഥ എഴുതി പ്രസിദ്ധീകരിച്ചത്. 4 വർഷം മുമ്പ് ഞാൻ ആ കഥ പൂർത്തിയാക്കുകയും ഞാൻ ചുമതല വഹിക്കുന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപ സമിതിക്ക് വായിക്കാനായിട്ട് കൊടുക്കുകയും ചെയ്തു. സാധാരണ അവിടെ വരുന്ന കഥകൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണെങ്കിലും അത് ഞാൻ എഴുതിയതായതുകൊണ്ട് എൻ്റെ പത്രാധിപ സമിതിക്ക് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സഹപ്രവർത്തകർക്ക് കൊടുത്തത് വായിച്ചിട്ട് കൊടുക്കാമോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ട് പറയാൻ പറഞ്ഞു. അവരോടും സുഭാഷേട്ട് തൊട്ടടുത്ത ആഴ്ചയിൽ കൊടുക്കണം, ഇത് ഭയങ്കര ഒരു കീറായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അങ്ങനെ കീറാൻ വേണ്ടിയിട്ടൊന്നുമല്ല കഥ എഴുതിയത്. ഇത് സർഗാത്മകത എന്ന് പറഞ്ഞാൽ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയാണ്. അത് ഏതെങ്കിലും സംതിങ് കണക്റ്റഡ് വിത്ത് ഹിംസയല്ല, അത് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു കഥ, ഒരു കവിത, ഒരു ചിത്രമൊക്കെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ആഹ്വാനം ചെയ്യുന്നത് കലാപത്തിനോ ഹിംസയ്ക്കോ വൈരാഗ്യത്തിനോ വിദ്വേഷത്തിനോ അല്ല. അത് ആഹ്വാനം ചെയ്യുന്നത് സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാം നല്ല കലകൾ. അപ്പോൾ അതുകൊണ്ട് ഞാനത്
3 വർഷം ആ ടേബിളിൽ വെച്ചു. ഒക്ടോബർ 2 വരുമ്പോൾ, ഗാന്ധി ജയന്തി വരുമ്പോൾ, ഗാന്ധിയെ കൊന്ന ദിവസം വരുമ്പോഴൊക്കെ എൻ്റെ സഹപ്രവർത്തകർ പറയും, അത് നമുക്ക് ചാമ്പുകല്ലേ എന്ന് പറയും. 1-ാം പേജിൽ അടിക്കാം, ആളുകൾ കുറേ വായിക്കും, മാതൃഭൂമിക്ക് കുറച്ചുകൂടി പ്രചാരം കിട്ടും, ഈ എമ്പുരാനൊക്കെ വിജയിച്ചതുപോലെ ആ കഥ വിജയിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ പേര് അമോദി എന്നാണ് അതിൻ്റെ പേരിപ്പോൾ. ആ പേര് എനിക്കൊന്ന് മാറ്റണം. കാരണം ഇപ്പോൾ പരാമർശിച്ച വ്യക്തി മരിച്ചുപോയതിന് ശേഷവും ഈ കഥ നിലനിൽക്കും എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ളൊരാഗ്രഹം. വ്യക്തികളൊക്കെ ചെറിയ ചെറിയ മനുഷ്യരാണ്, കാലത്തിൽ അവർ ഇല്ലാതായി പോവും, അലിഞ്ഞ് പോവും. അങ്ങനെ അലിഞ്ഞു പോവാത്ത ഒരു വ്യക്തിയെ പറ്റിയാണ് ഈ കഥ. അത് അദ്ദേഹം ഒരു വ്യക്തി മാത്രമല്ലാത്തത് കൊണ്ടാണ്. മഹാത്മാഗാന്ധി ഒരു വ്യക്തി മാത്രമല്ല എന്ന് നമുക്കെല്ലാവർക്കും. ഗാന്ധിസം എന്ന് പറയുന്നത്, ഗാന്ധിത്വം എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. മഹാത്മാഗാന്ധി ജനിക്കുന്നതിന് മുമ്പ് മോഹൻദാസ് കരംചന്ദിനും പുത്ലിബായിക്കും ഈ മകൻ പിറക്കുന്നതിന് മുമ്പും ഇന്ത്യയുടെ മണ്ണിൽ ഗാന്ധി ഉണ്ടായിരുന്നു. നിഷ്കളങ്കതയുടെ, ആർജവത്വത്തിൻ്റെ, ധാർമ്മിക ബോധത്തിൻ്റെ, നൈതികതയുടെ, സമരസന്നദ്ധതയുടെ ആൾരൂപത്തിന് നമുക്ക് വിളിക്കാവുന്ന ഒരൊറ്റ വാക്കാണ് ഗാന്ധി എന്നുള്ളത്. അത് ആ വടി കുത്തിപ്പിടിച്ചെടുത്ത ചെറിയ മനുഷ്യൻ്റെ പേര് മാത്രമായിരുന്നു. ഈ കഥയെപ്പറ്റി ആദ്യം നടത്തിയ ചർച്ച നേരത്തെ പറഞ്ഞ പോലെ പണിക്കരേട്ടനും ഗാന്ധിയൻ സ്റ്റഡീസും അവർ നടത്തിയ ഒരു ചർച്ചയാണ്. ഇതിനൊരു 10-12 ചർച്ചകൾ മൊത്തം നടന്നു. എല്ലായിടത്തും ഉദ്ധരിക്കപ്പെട്ട പ്രധാനപ്പെട്ട ആശയം എന്തുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രനെ ജയിലിൽ അടയ്ക്കാത്തതെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അധികം ചർച്ചകൾക്ക് പോകാറില്ല. കാരണം എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന എന്നെ എന്തിനാണ് ഇവരിങ്ങനെ ജയിലിലടപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷെ ബുദ്ധിമാനായതുകൊണ്ട് ഞാനത് 1930 മാത്രം നടക്കുന്നൊരു കഥയായിട്ട് എഴുതി. ഏത് സുപ്രീം കോടതിയിൽ ചെന്ന് വാദിച്ചാലും, ഞാൻ LLB പഠിച്ച ആളാണ്, ജോലിക്ക് വേണ്ടിയിട്ട് ജീവസന്ധാരണത്തിനോട്ട് LLB ഉപേക്ഷിച്ചിട്ട് മാതൃഭൂമിയിൽ ഒന്ന് ചേർന്ന ആളാണ്. 1930 ആ കഥ നടക്കുന്നത്. 1930 മാത്രമാണ്. അന്ന് ഈ പറയുന്ന വ്യക്തിയൊന്നും ജനിച്ചിട്ട് പോലും ഒരു ആശയം പോലുമായി ഭൂമിയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അതിൽ ഈ പറയുന്ന വ്യക്തിയുടെ പേര് പരാമർശിച്ചിട്ടേയില്ല. അഹിംസ എന്നും അസ്തയ എന്നും അപരിഗ്രഹമെന്നും പറയുന്നത് പോലത്തെ ഒരു പേര് മാത്രമാണ് അമോദി. എന്നാൽ ഈ അമോദി എന്നുള്ള ഒറ്റ വാക്കിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഈ കഥയെ സാർവകാലികമാക്കാൻ സാധിക്കുക എന്നുള്ള ആലോചനയുടെ പുറത്താണ് ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ട് ഞാൻ ലീവ് എടുത്തിട്ട് സാബർമതി ആശ്രമത്തിൽ പോയത്. സബർമതി ആശ്രമം നിങ്ങൾ പലരും, കോൺഗ്രസ്സുകാരായ നിങ്ങളോട് അത് പറയണമെന്നില്ല, പലരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല. എൻ്റെ അച്ഛനൊരു ഇടതുപക്ഷ പ്രവർത്തകനായിരുന്നു, ഇടതുപക്ഷക്കാരനാണ് എന്ന് അഭിമാനിച്ച് ജീവിച്ച മനുഷ്യനാണ്, മരണം വരെ ഇടതുപക്ഷക്കാരനായിരുന്നു. എന്നാൽ എൻ്റെ ചുമരിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രമുണ്ടായിരുന്നു. അച്ഛൻ അക്കാലത്തെ ഗംഭീരന്മാരായ ദേശീയ സമര നായകന്മാരുടെ ചിത്രങ്ങൾ പഴയ കാലത്തിൻ്റെ ശീലമനുസരിച്ചിട്ട് നമ്മുടെ വീട്ടു ചുമരിൽ ചില്ലിട്ട് വെച്ചിരുന്നു. കൃഷ്ണപിള്ള ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ, മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടായിരുന്നു. അപ്പോൾ മഹാനായി തീരുക എന്ന് പറഞ്ഞാൽ ചില്ലിട്ട പടമായിട്ട് ചുമരിൽ വരിക എന്ന് മാത്രം കരുതിയിരുന്ന ഒരു ചെറിയ കുട്ടി 4.5 വയസ്സിൽ അവനെ കൊണ്ടുപോയി സ്കൂളിൽ ചേർക്കുകയും സുരേഷ് കുമാർ എന്ന പേര് ഇടുകയും ചെയ്തു. അതാണ് എൻ്റെ വീട്ടിലിട്ട പേര്. സുരേഷ് കുമാർ എന്ന പേരിടുകയും ചെയ്തപ്പോൾ എനിക്ക് ആ പേര് വേണ്ട, സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ള പേര് വേണമെന്ന് കരഞ്ഞ് മേടിച്ച പേരാണ്. അപ്പോൾ എൻ്റെ അന്നത്തെ ഹെഡ് മാസ്റ്റർ ചന്ദ്രൻപിള്ള സാറ് എൻ്റെ അച്ഛനോട് പറഞ്ഞു, പിടിവാശിയാണ്, എന്നാൽ എനിക്ക് ആസ്തമ അസുഖമൊക്കെ ഉണ്ട്, വേണ്ട കരയുമ്പോൾ ഒരു ഭീകരമായ കരച്ചിലാണ്. കാരണം സുരേഷ് കുമാർ എന്ന പേരുകൊണ്ടൊരു മഹാനാവാൻ പറ്റില്ല എന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു. കാരണം താന്തിയ തോപ്പി, ബാലഗംഗാധര തിലകൻ, ഗോപാലകൃഷ്ണ ഗോഖലെ, സുഭാഷ് ചന്ദ്രബോസ്, ജഗദീഷ് ചന്ദ്രബോസ് എന്നുള്ള പേരുകളൊക്കെയാണ് നമ്മൾ മഹാന്മാരായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ സുരേഷ് കുമാർ യേശില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത്. അപ്പോൾ ചന്ദ്രൻപിള്ള സാറ് പറഞ്ഞു, എന്നാൽ നമുക്ക് സുഭാഷ് ചന്ദ്രൻ ഇടാം, ബോസൊക്കെ നീ വലുതാകുമ്പോൾ ആയിക്കോ എന്ന് പറഞ്ഞിട്ട് ഇട്ട പേരാണത്. ഞാൻ പറഞ്ഞു, അന്ന് മുതലേ നമ്മുടെ വീട്ടു ചുമരുകളിൽ മഹത്വത്തിൻ്റെ പ്രകാശങ്ങളെ നമ്മൾ ആണിയടിച്ച് തൂക്കിയിരുന്നു. നമ്മുടെ വീട്ടു ചുമരുകളിൽ പൂർവ്വകാലത്തിലെ മഹത്വം നിറഞ്ഞ വ്യക്തിത്വങ്ങളെയും ആശയങ്ങളെയും നമ്മൾ ചുമരിൽ ചില്ലിട്ട് വയ്ക്കാൻ നമുക്ക് അനുവാദം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആർക്കിടെക്റ്റ് നമ്മളോട് വീട് പണിയുമ്പോൾ നമ്മളൊരു മുത്തച്ഛൻ്റെ, പ്രിയപ്പെട്ട മുത്തച്ഛൻ്റെ, മരിച്ചുപോയ അച്ഛൻ്റെ പടം ഇവിടെ വയ്ക്കട്ടെ എന്ന് വെച്ചാൽ അദ്ദേഹം പറയാം, അത് ഔട്ട് ഓഫ് ഫാഷൻ ഒന്നും വേണ്ട, അതൊക്കെ പെൻഡ്രൈവിൽ വെച്ചിട്ട് കീശയിൽ വെച്ചോ എന്ന് പറയും. 8 കാലിയെ തല്ലിക്കൊന്ന പാട് ചുമരിലുണ്ടാവാം, പക്ഷേ അച്ഛൻ്റെ പടം പാടില്ല എന്നാണ് പുതിയ ആർക്കിടെക്റ്റിൽ പറയുന്നത്. ഇപ്പോൾ ഇവിടെ പ്രവീൺകുമാറിൻ്റെ നേതൃത്വത്തിൽ DCCക്ക് ഒരു മനോഹരമായ മന്ദിരം ഉണ്ടായതായിട്ട് ഞാൻ ഇന്നാണ്
അത് നേരത്തെ പത്രവാർത്തകളിൽ കണ്ടിരുന്നു. ഇന്നാണ് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ത്രിവർണ്ണോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാനത് പോയി കണ്ടിട്ടില്ല, ഞാൻ എന്തെങ്കിലും അത് കാണുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അത് ഗാന്ധിയൻ സൗന്ദര്യ സങ്കല്പങ്ങൾക്കനുസരിച്ച് ലളിതമായിട്ട് വിഭാവനം ചെയ്യപ്പെട്ട ഒന്നാണോ എന്ന് ഞാൻ ഇവിടെ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കും. കാരണം ഞാൻ സാബർമതി പോയപ്പോൾ കണ്ട അത്ഭുതം, ഇന്ത്യയിലെ ഒരു വലിയ പൊളിറ്റിക്കൽ ലീഡർ, അന്ന് ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയൊരു രാഷ്ട്രീയ നേതാവ് തൻ്റെ പാർട്ടി ഓഫീസിന് ആശ്രമം എന്ന് പേരിട്ടു എന്നുള്ളതാണ് അതിൻ്റെ അത്ഭുതം. ഓഫീസ് എന്നല്ല വിളിച്ച ആശ്രമം, സബർമതി ആശ്രമം, വല്ല വാർത്താശ്രമം, അങ്ങനെ നിരവധിയായിട്ടുള്ള ആശ്രമങ്ങളാണ്. അദ്ദേഹം സ്വയം ഒരു ഋഷിയായിട്ടോ മുനിയായിട്ടോ മഹർഷിയായിട്ടോ ഒന്നും പ്രഖ്യാപിച്ച ആളല്ല. നിങ്ങൾ എന്നെ ഏതെങ്കിലും ജോലിയുടെ പേരിൽ അറിയാനാണ്, നിഷ്കർഷിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ജോലി ഒരു തോട്ടിയുടേതാണ് എന്ന് പറഞ്ഞ മനുഷ്യനാണ്. ഞാൻ അഴുക്ക് കളയുന്ന ഒരു തോട്ടിയാണ് ബൈ പ്രൊഫഷൻ എന്ന് പറഞ്ഞാലാണ്. പോർബന്തറിലെ പ്രൈം മിനിസ്റ്ററിൻ്റെ മകനാണ് എന്ന് ഓർക്കണം. അവിടെ ചെന്നാൽ 3 നിലയിലുള്ള അതിഗംഭീരമായൊരു കെട്ടിടം, അദ്ദേഹം ജനിച്ച വീട് കണ്ടാൽ നമ്മൾ നടുങ്ങിപ്പോൾ അത്രയും ഗംഭീരമായ വീടാണ്, ബംഗ്ലാവാണ്. പ്രൈം മിനിസ്റ്റർ എന്ന് വെച്ചാൽ അന്നത്തെ ഒരു പദവിയാണ്, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, അന്നത്തെ ആ നാട്ടുരാജ്യത്തിലെ പ്രധാനമന്ത്രി എന്നുള്ള പോസ്റ്റാണ്. അങ്ങനെ ഒരു ദേശത്തിൻ്റെ പ്രധാനിയുടെ മകനായിട്ട് ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ് വിദേശത്ത് പോയി ബാരിസ്റ്റർ പഠിക്കുകയും വക്കീലായി തീരുകയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ഈ വസ്ത്രം മുഴുവൻ അഴിച്ചു കളഞ്ഞിട്ട് എനിക്കൊരു ഒറ്റ മുണ്ടു മതി എന്ന് പറഞ്ഞത്. അങ്ങനെ വസ്ത്രത്തിൽ അദ്ദേഹം മിനിമലിസത്തിലേക്ക് വന്നു. ഒരു മനുഷ്യന് ധരിക്കാവുന്ന ഏറ്റവും ഏറ്റവും കുറഞ്ഞ വസ്ത്രം മാത്രം ധരിച്ചു. അദ്ദേഹം ഭാവിയിൽ ഈ പശു ഒരു ഭീകരമൃഗമാവുമെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, പക്ഷേ ഋഷിത്വം ഉള്ളതുകൊണ്ട് എല്ലാവരും പശുവിൻ്റെ പാല് കുടിച്ചപ്പോൾ എനിക്ക് മിനിമലിസം മതി, ആടിൻ്റെ പാല് മതി എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഭാവിയിൽ ഇത് ഗോമാതാവായി തീരുമെന്ന് ആ ഋഷിക്ക് അന്ന് മനസ്സിലാകുമായിരുന്നു, അല്ലെങ്കിൽ അവരത് പറഞ്ഞ് ആഘോഷിച്ചേനെ. മഹാത്മാഗാന്ധി പോലും അമ്മ എന്ന് വിളിച്ചിരുന്നത് നമ്മുടെ ഈ ചാണകമിടുന്ന ജന്തുവിനെയാണ് എന്ന് പറഞ്ഞേനെ. അപ്പം അത് പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കുന്നതല്ല, സർഗാത്മകതയിലൊരു പ്ലാനിങ്ങിന് അപ്പുറത്തുള്ളൊരു സംഗതി. അതാണ് നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ച മാ അമോദിയ എന്ന് പറഞ്ഞ ലാറ്റിൻ പദം. ഞാനത് മാ അമോദിയയാണ് ഈ ജ്ഞാനസ്നാനത്തിൻ്റെ മൂലം എന്ന് എനിക്കത് എഴുതുമ്പോൾ അറിയില്ലായിരുന്നു. അത് മന്ത്രി രാജീവ് പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. മാമോദിസ എന്നുള്ള വാക്ക് അങ്ങനെ ഉണ്ടായതാണ്. ഞാൻ പറഞ്ഞു, വസ്ത്രത്തിൽ ഇങ്ങനെ മിനിമലിസം സൂക്ഷിക്കുകയും കെട്ടിടത്തിൽ ഇങ്ങനെ മിനിമലിസം സൂക്ഷിക്കുകയും ഒക്കെ ചെയ്ത ഒരാൾ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ആഹാരം, പാർപ്പിടം, വസ്ത്രം എന്ന് പറയുന്ന ഈ 3 സംഗതികളിൽ ഭക്ഷണത്തിൽ എന്താണ് മിനിമലിസം, അദ്ദേഹത്തിൻ്റെ ഋഷിത്വം അദ്ദേഹത്തിലേക്ക് എത്തിച്ച ആ മിനിമലിസം എന്താണെന്ന് പലവട്ടം ആലോചിച്ചു. അപ്പോൾ ഞാൻ ആദ്യം കരുതി പശുവിൻ്റെ പാല് മാറ്റി ആടിൻ്റെ പാലായപ്പോൾ അതിനകത്തൊരു അദ്ദേഹത്തിൻ്റെ സബർമതി ആശ്രമത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, അദ്ദേഹത്തിൻ്റെ മേശയൊക്കെ ഉയരം കുറഞ്ഞതാണ്, കട്ടിൽ ഉയരം കുറഞ്ഞതാണ്. ഈ ഭൂമിയിൽ നിന്നുള്ള ഉയരങ്ങൾ അദ്ദേഹം വെട്ടി മുറിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരമാണ്. അങ്ങനെ ഉയരത്തിൽ കിടക്കേണ്ട ആളല്ല ഞാൻ, കഴിയുമെങ്കിൽ തറയിൽ അല്ലെങ്കിൽ കുറച്ച് ചെറിയൊരു കാലം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ആ മിനിമലിസം കാണിച്ച ആൾ എന്താണ് ആഹാരത്തിൻ്റെ കാര്യത്തിൽ കാണിച്ച മിനിമലിസത്തിൻ്റെ ഋഷിത്വപൂർണമായിട്ടുള്ള മഹത്വപൂർണമായിട്ടുള്ളൊരു നിദർശനം എന്നുള്ള ആലോചനയിലാണ് കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ അമ്മയോടൊപ്പം പോയപ്പോൾ കേട്ട ഒരു വാചകം എൻ്റെ മനസ്സിലേക്ക് വന്നത് ജീവോ ജീവസ്യ ജീവനം എന്നാണ്. അത് ഭാഗവതത്തിലെ ഒരു ശ്ലോകത്തിൻ്റെ 4ാമത്തെ വരിയാണ്. അതായത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഇതര ജീവനുകളെ ആസ്വദിച്ചും ജീവിക്കുന്നു എന്നാണ് ആ വാചകം. ജീവോ ജീവസ്യ ജീവനം, ജീവനുകൾ ഇതര ജീവനുകളെ ആസ്വദിച്ച് ജീവിക്കുന്നു എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. അതൊരു പ്രമാണമാണ്, പഴയ കാലത്തിൻ്റെ ഒരു പ്രമാണമാണ്. അത് നമ്മളിപ്പോൾ സസ്യാഹാരി ആയാലും മാംസഭുക്കായാലും നമ്മൾ പറയും സസ്യാഹാരികൾ ഭയങ്കര നല്ല മനുഷ്യർ, മാംസാഹാരികൾ എന്നൊക്കെ ഇന്ത്യയുടെ പുതിയ കാഴ്ചപ്പാട് അങ്ങനെയാണല്ലോ. എന്നാൽ അന്നേ ഇന്ത്യ പറഞ്ഞു പഠിപ്പിച്ചത് സസ്യാഹാരിയും ജീവനെ തന്നെയാണ് കഴിക്കുന്നത്. ചീര കഴിക്കുമ്പോഴും ചീര ഒരു ജീവനാണ്. നമ്മൾ മല്ലി കഴിക്കുമ്പോഴും മല്ലി ഒരു സസ്യത്തിൽ നിന്ന് ഉരുവായി വരുന്നതാണ്. അങ്ങനെ മനുഷ്യനും ഇതര ജീവികളും, മനുഷ്യൻ മാത്രമല്ല ഭൂമിയിലെ ജീവനെടുത്ത എല്ലാ ജീവജാലങ്ങളും കഴിക്കുന്നത് ജീവനെയോ ഒരു ജന്തുവിനെയോ അല്ലെങ്കിൽ ജീവനിൽ നിന്ന്, സസ്യമായാലും ജന്തുവായാലും ആ ജീവനിൽ നിന്ന് ഉരുവായി കിട്ടുന്ന ഈ
മൂല്യവർദ്ധിത പ്രൊഡക്റ്റ് എന്ന് പറയാം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമാണ്. നമ്മൾ വെറുതെ മനസ്സിലൂടെ ആലോചിച്ച് നോക്കിയാൽ ചുക്ക്, മല്ലി, കുരുമുളക്, അങ്ങനെ എല്ലാം ആലോചിച്ച് നോക്കിയാൽ അതെല്ലാം മറ്റ് ജീവനുകളിൽ നിന്ന് എടുക്കുന്ന. പക്ഷെ പെട്ടെന്ന് അവിടെ ഒരു വസ്തു തെളിയുന്നു, ഉപ്പ് എന്ന് പറയും. മനുഷ്യൻ ഉപ്പില്ലാതെ ഒന്നും കഴിക്കുന്നില്ല. മനുഷ്യൻ മാത്രമാണ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉപ്പായിട്ട് തന്നെ ചേർക്കുന്നത്. മറ്റെല്ലാ ജീവജാലങ്ങളും സോഡിയം ഉപയോഗിക്കുന്നുണ്ട്. അത് ഇതര ഭക്ഷണ വസ്തുക്കളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത അതിൻ്റെ ശരീരം സ്വമേധയാ എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്, ഉപ്പായിട്ട് കഴിക്കുന്നില്ല. അപ്പം ഉപ്പ് എന്ന് പറയുന്ന ജീവനിൽ നിന്ന് എടുക്കാത്ത, ഹിംസയുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്തൊരു വസ്തു, അഹിംസയുടെ പദാർത്ഥ പ്രത്യക്ഷമാണ് ഉപ്പ് എന്ന് പറയുന്നത്. ഖദർ എങ്ങനെയാണോ വെളുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഉപ്പ് വെളുത്തിരിക്കുന്നത് അതിനകത്ത് ചോര പൊരുളാത്തതുകൊണ്ടാണ്. അതിനകത്ത് ഒരു ഹിംസയും നടന്നിട്ടില്ല. ഉപ്പ് എന്ന വസ്തു അഹിംസ തന്നെയാണ്. ഹിംസ ഇല്ലാത്ത ഒരു വെണ്മയാണ് ഉപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉപ്പ് ആണ്, ഈ ഉപ്പിൻ്റെ അനുപേക്ഷണീയതയാണ്, ഇന്നോവേറ്റബിലിറ്റിയാണ്. അത് നമുക്ക് അതില്ലാതെ ഇന്നോവേറ്റബിളാണ്, അത് നമുക്ക് ഇല്ലാതെ നമുക്ക് അനിവാര്യമാണ്, അതില്ലാതെ നമുക്ക് ജീവനില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മഹാത്മാഗാന്ധി അതെവിടെയും എഴുതിയിട്ടില്ല. ഗാന്ധിയെ പറ്റിയുള്ള പുസ്തകങ്ങളിലും അതെവിടെയും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ സബർമതിയിൽ പോയപ്പോൾ പ്രധാനമായിട്ടും ആഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെ വലിയൊരു ലൈബ്രറി അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെതല്ല, അദ്ദേഹത്തെ ഓൺ ഗാന്ധിയും ബൈ ഗാന്ധിയുമായിട്ടുള്ള 10,000-കണക്കിന് പുസ്തകങ്ങൾ അവിടുത്തെ ലൈബ്രറിയിലുണ്ട്. ആ പുസ്തകങ്ങളിൽ കിട്ടിയ സമയത്ത് എനിക്ക് അവരുടെ ഗുജറാത്തി ഭാഷ വായിക്കാൻ അറിയില്ല, എന്നാലും ഹിന്ദി കഷ്ടി വായിക്കാൻ പറ്റും. ഇംഗ്ലീഷുമായിട്ടുള്ള പുസ്തകങ്ങളിൽ ഉപ്പ്, സോൾട്ട്, അങ്ങനെയൊക്കെയുള്ള മറ്റേ ഇത് വെച്ച് നോക്കിയപ്പോൾ അവിടെ എങ്ങും ഇങ്ങനെയൊരു പരാമർശം ഇല്ല. അപ്പോഴാണ് എനിക്ക് തെളിഞ്ഞത് മഹാത്മാഗാന്ധി ഉപ്പിനെ ഒരു സമരായുധമായി പ്രഖ്യാപിച്ചത് ഈ ടാക്സ് പ്രശ്നം മാത്രമല്ല, തൻ്റെ മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഈ 3 ആവശ്യങ്ങളിൽ, ആഹാരം, പാർപ്പിടം, വസ്ത്രം എന്ന് പറയുന്ന 3 ആവശ്യങ്ങളിൽ ഇന്ത്യൻ ജനതയെ ഉൾച്ചേർക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപ്പിലേക്ക് ഒരു ഋഷിയെ പോലെ സ്വമേധയ എത്തിച്ചേരുകയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് താനൊരു ഹിന്ദുവാണ് എന്ന് അഭിമാനിച്ചിരുന്ന ആളാണ് മഹാത്മാഗാന്ധി. പക്ഷെ അദ്ദേഹം അതുകൂടി പറഞ്ഞു, എൻ്റെ ഇടത് കണ്ണ് ഹിന്ദുവും വലത് കണ്ണ് മുസ്ലിമുമാണ് എന്ന് പറഞ്ഞു. ഇതിൽ മഹാത്മാഗാന്ധി ഓം, ഈ കഥയിൽ മഹാത്മാഗാന്ധി ഓം എന്നൊരു വാക്ക് ഉച്ചരിക്കുന്നുണ്ട്. ആ ഓമിലെ ആദ്യത്തെ ഓ ഉണ്ടായത് ഒരു മുസ്ലിം ഭിഷഗ്വരൻ്റെ വിയർപ്പ് തൻ്റെ രക്തത്തിൽ വീണപ്പോൾ നീറ്റിൽ നിന്നാണ്. അതാണ് ആ പകുതി. അദ്ദേഹത്തിൻ്റെ ഓം, ഈ നമ്മുടെ ഏറ്റവും വലിയ മന്ത്രമായിട്ട് ഹിന്ദുക്കൾ പറയുന്ന, ഇന്ത്യക്കാർ പറയുന്ന ഓം എന്ന് പറയുന്ന പ്രണവ മന്ത്രത്തിൻ്റെ പകുതിയായിട്ട് ഗാന്ധിയിൽ അവതരിപ്പിക്കപ്പെട്ടുള്ളത് ഒരു മുസ്ലിമിൻ്റെ വിയർപ്പിൻ്റെ ഉപ്പ് വീഴ്പ്പുണ്ടാവുക ഓ എന്ന നീറ്റിലാണ്. താൻ മൗനവ്രതമാണല്ലോ, ഹിന്ദുക്കളുടെ ആചാരമായിട്ടുള്ള മൗനവ്രതം, തിങ്കളാഴ്ച മൗനവ്രതമാണല്ലോ എന്നുള്ള ഓർമ്മയിൽ ശബ്ദിച്ചുകൂടല്ലോ എന്ന തോന്നലിൽ അദ്ദേഹം എന്ന് വായി മൂടുമ്പോൾ ഉണ്ടാവുന്ന ആ ചേർത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ വായെ ഓം എന്ന് ശബ്ദിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രണവം ഇന്ത്യയിലെ ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്ന പ്രണവമാണ്. അദ്ദേഹത്തിൻ്റെ ഓം ഇന്ത്യയിലെ ഹിന്ദുവും മുസ്ലിം ഉൾപ്പെടുന്ന ഓമാണ് എന്ന് പറയാതെ പറയുകയാണ് ആ കഥയിൽ ചെയ്തത്. കഥയിൽ ഇങ്ങനെയുള്ള ചില അവിചാരിതമായിട്ടുള്ള, കഥയിലല്ല ഏത് സർഗസൃഷ്ടിയിലും എഴുത്തുകാരനോ കലാകാരനോ ഉദ്ദേശിക്കാത്ത ഒരു അവിചാരിത നിമിഷമുണ്ടാവും. നമ്മൾ മഹത്തായ ഗായകന്മാരെ പറ്റി പറയുമ്പോൾ അങ്ങനെ പറയും, ഒരുപാട് പാട്ടുകാരുണ്ട്, പക്ഷേ മഹാന്മാരായ കുറച്ച് ഗായകരുണ്ടാവുള്ളൂ. അവരെങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റിൻ്റെ ഒരു സിനിമാ ഗാനമാണ് പാടുന്നത് കിട്ടുന്നതിൽ. ഇവിടെ കീർത്തനം 5 മിനിറ്റിൻ്റെ 6 മിനിറ്റിൻ്റെ കീർത്തനം പാടുകയാണെങ്കിലും മറ്റേത് ഗായകരും പാടുന്ന പോലെ അദ്ദേഹം പാടും. പക്ഷേ മഹാനായ ഗായകനോ ഗായികയോ പാടുമ്പോൾ അതിലെവിടെയെങ്കിലും ഒരു നിമിഷത്തിൽ അനശ്വരതയെ സ്പർശിക്കുന്ന, ദൈവത്തെ സ്പർശിക്കുന്ന ഒരു നിമിഷം നമുക്ക് കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യേശുദാസിൻ്റെ പാട്ടുകളിൽ നമ്മളത് കിട്ടും. MG ശ്രീകുമാർ പാടിയാലോ വേണുഗോപാൽ പാടിയാലോ മറ്റേത് ഗായകൻ പാടിയാലോ, ഇവരൊന്നും ചെറുതാക്കി പറയില്ല, അവർക്ക് വലിയ ഗായകർ തന്നെയാണ്. പക്ഷേ ഏത് നല്ല ഗായകൻ പാടിയാലും ഉള്ളതുപോലെയാണ് യേശുദാസ് പാടുന്നത്. പക്ഷേ 5 മിനിറ്റ് ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ വെച്ച് നമ്മൾ ഓ എന്ന് പറഞ്ഞു. എവിടെയോ നമ്മുടെ ആത്മാവ് എഴുന്നേറ്റ് നിൽക്കും. ആ വലിയ പ്രതിഭയുടെ മുമ്പിൽ നമ്മുടെ ആത്മാവ് ഒന്ന് എഴുന്നേറ്റ് നമസ്കരിക്കുന്ന നമ്മൾ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മഹാഗായകൻ എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ എഴുത്തിലും എല്ലാ സർഗാത്മകതയിലും അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓ നിമിഷമുണ്ട്. ഓ എന്ന് പറയുന്നൊരു നിമിഷമുണ്ട്.
അത് ഈ കഥയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് പറയുന്നതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. എനിക്കത് വലിയ ധന്യതയുടെ ഒരു സന്ധ്യയാണ് ഇത് എന്ന് ഞാൻ പറയുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എഴുത്തുകാരൻ വിചാരിച്ചിട്ടേ ഇല്ലാത്ത പുതിയ മാനങ്ങൾ കൂടി വായനക്കാരൻ അതിൽ ആരോപിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു കഥ സാർത്ഥകമാകുന്നത്, വലുതാകുന്നത്. നമ്മളൊരു കുഞ്ഞിനെ പ്രസവിച്ചിടുന്നത് പോലെ പ്രസവിച്ചിട്ട് പോവുകയാണ്. ശകുന്തളയെ പെറ്റിട്ട് ഉർവശി പോയതുപോലെ പോവുകയാണ്. പിന്നെ ഇത് ശാകുന്തങ്ങളാണ് വളർത്തുന്നത്. അതുകൊണ്ടാണ് ശകുന്തളയായി മാറുന്നത്. ഒരു യുവതിയായി, സുന്ദരിയായി, രാജാവിൻ്റെ കാമുകിയായിട്ട് മാറുന്നത് മറ്റാരോ വളർത്തിയിട്ടാണ്. അച്ഛനും അമ്മയും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നത്. അതുപോലെ സർഗാത്മക സൃഷ്ടി പെറ്റു വീണതിന് ശേഷം വായനക്കാരൻ്റെ സങ്കല്പത്തിലും അവൻ്റെ വ്യാഖ്യാനങ്ങളിലും അവൻ്റെ ആസ്വാദനത്തിലും കൂടിയാണ് വളർന്ന് ഒരു വലിയ രൂപത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ വലിയ രൂപത്തിലേക്ക് എത്തുന്ന ചില ഘട്ടങ്ങളിലൂടെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ 10-11 ചർച്ചകളിലൂടെ കടന്നു പോയപ്പോൾ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, അയ്യോ ഞാനിങ്ങനെയൊന്നും ഓർത്തില്ലല്ലോ എന്ന് എനിക്ക് സ്വയം ഒരു വിനീതത്വം എനിക്കുണ്ടായി. അതിലൊന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പണിക്കർ സാർ കൂടി ചേർന്ന് നടത്തിയ ആ ചർച്ചയിലാണ്. അതിൽ ആദ്യം സംസാരിച്ച യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ശ്രീ രവീന്ദ്രൻ സാറ്, അദ്ദേഹമാണ് അതിനെപ്പറ്റി സംസാരിച്ചത്. അദ്ദേഹം അത് പറഞ്ഞു തുടങ്ങിയതെങ്കിൽ, ഞാനൊരു കെമിസ്ട്രി ബിരുദക്കാരനാണ്. എൻ്റെ ബിരുദം കെമിസ്ട്രിയിലാണ്, പോസ്റ്റ് ഗ്രാജുവേഷനും കെമിസ്ട്രിയിലാണ്, ഡോക്ടറേറ്റും കെമിസ്ട്രിയിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, റീക്രിസ്റ്റലൈസേഷൻ എന്ന് പറയും. അദ്ദേഹം അത് വിശദീകരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞാനും കെമിസ്ട്രി പഠിച്ച ആളാണ് പ്രീ ഡിഗ്രിക്ക്. ഞാൻ ഡോക്ടറും എഞ്ചിനീയറും ആവാമെന്നുള്ള തെറ്റിദ്ധാരണയിലെ സെക്കൻഡ് ഗ്രൂപ്പും ഫസ്റ്റ് ഗ്രൂപ്പും ഒന്നിച്ച് പഠിച്ച ആളാണ്. രണ്ടിലും നശിച്ച് നാരണക്കല്ല് കുറച്ചിട്ടാണ് മലയാളത്തിലേക്ക് വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉപ്പിനെ പറ്റി ഞങ്ങൾ പഠിക്കുമ്പോൾ പറയും, ഒരു ക്ലാസ്സിൽ, ഒരു വെളുത്ത ചില്ല് ഗ്ലാസ്സിൽ ജലത്തിൽ, ശുദ്ധജലത്തിൽ കുറച്ച് ഉപ്പ് കലക്കി കഴിഞ്ഞാൽ കലക്കലിൻ്റെ അവസാനം ഉപ്പ് അപ്രത്യക്ഷമായി പോകും. അതായത് വെളുത്ത നിറത്തിലേക്ക് ലായനി മാറുകയില്ല, വെള്ളജലം തന്നെ അവശേഷിക്കും. ഉപ്പ് എവിടെ പോയെന്ന് അറിയാൻ പറ്റില്ല. ഉപ്പിൻ്റെ രുചി മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ വസ്തു ആറ്റം ബൈ ആറ്റായിട്ട് വിഘടിച്ച് അലിഞ്ഞ് പോകും. ഉപ്പൊരു ക്രിസ്റ്റലാണ്, നിങ്ങൾക്കറിയാം. തന്മാത്രകൾ ചേർന്നിട്ടാണ് പരൽ ഉണ്ടാകുന്നത്. പരൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് തന്മാത്രകൾ ചേർന്നിട്ട് രൂപമാണ്, ചതുരം, അതിൻ്റെ ചെറിയ ക്യൂബ് പോലെ രൂപമാണ് പരൽ എന്ന് പറയും. ഈ പരൽ രൂപത്തിലുള്ള കിട്ടുന്ന ഉപ്പ് അലിഞ്ഞ് ഒയിനി പറഞ്ഞ പോലെ അരിയ ജന്മമാം പവിഴദ്വീപിൽ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ അലിഞ്ഞ് പോകും. എന്നിട്ട് പിന്നീട് ആ ജലത്തെ നമ്മൾ വേപ്പറൈസ് ചെയ്താൽ, ചൂടാക്കിയിട്ട് ഇവാപ്പറേറ്റ് ചെയ്താൽ, അതിനെ നീരാവിയാക്കി കളഞ്ഞാൽ, വെള്ളം മുഴുവൻ വറ്റിച്ചു കഴിഞ്ഞാൽ പഴയ ഉപ്പ് പരൽ രൂപത്തിൽ തന്നെ അത് അവശേഷിക്കും. മാജിക്കാണത്, സയൻസിൻ്റെ മാജിക്കാണ്. ഉപ്പ് പൊടിയായിട്ടല്ല, ക്രിസ്റ്റൽ രൂപത്തിൽ തന്നെ അത് അടിയും. അങ്ങനെ അടിയുന്ന ഉപ്പിൻ്റെ അളവ് മുൻപുണ്ടായിരുന്ന ഉപ്പിൻ്റെ അളവിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമായിരിക്കില്ല. അത് സെയിം ക്വാണ്ടിറ്റി ആയിരിക്കും. എന്നു മാത്രമല്ല, മുമ്പുണ്ടായിരുന്ന ഉപ്പിനേക്കാൾ കൂടുതൽ ശുദ്ധി ഈ പുതിയ ക്രിസ്റ്റലിന് ഉണ്ടാവും. അതായത് കൂടുതൽ ശുദ്ധമായിട്ടായിരിക്കും ഉപ്പ് അവശേഷിക്കുക. അതിന് റീക്രിസ്റ്റലൈസേഷൻ എന്നാണ്, പുനഃപരലീകരണം എന്നാണ് അതിൻ്റെ മലയാളം. റീക്രിസ്റ്റലൈസേഷൻ എന്നാണ് സയൻസിൻ്റെ പ്രയോഗം. സുഭാഷ് ചന്ദ്രൻ്റെ ഈ കഥ വായിച്ചപ്പോൾ ഞാനത് ഓർത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞു, മഹാത്മാഗാന്ധി ആ ഉപ്പാണ്. ആരോ ഇതിനെ അലിയിച്ച് വെടിവെച്ച് കലക്കി കലഞ്ഞു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ ശക്തമായിട്ട് ഇന്ത്യ ഒന്ന് വറ്റിച്ചാൽ ഗാന്ധി അതിനകത്ത് പഴയതിനേക്കാൾ ശുദ്ധിയോടെ, പഴയതിനേക്കാൾ ക്രിസ്റ്റൽ, ആ പരൽ രൂപത്തിൽ ഒറിജിനൽ ഗാന്ധിയായിട്ട് ഉയർന്നു വരും. അതിന് കാരണം ഗാന്ധി എന്ന് പറയുന്നൊരു വ്യക്തിയല്ല, ഇന്ത്യയുടെ സമൂഹത്തിൽ എക്കാലത്തും ഉണ്ടായിരുന്ന ഒരു നന്മയുടെ, ധാർമ്മികതയുടെ, നൈതികതയുടെ, ആർജവത്തിൻ്റെ, സ്വേച്ഛാശക്തിയുടെ. ബ്രിട്ടീഷുകാർക്കെതിരെ ഞാൻ നേടും, ഞാനൊരു വടിയും കുത്തിപ്പിടിച്ച് നേടും, നിങ്ങൾ എൻ്റെ പിന്നാലെ വന്നാൽ മതി, അവരടിക്കുമ്പോൾ ഞാൻ അടിക്കുകയില്ല, അവരടിച്ച് മടുത്തിട്ട് അവരെന്നെ ഇട്ടിട്ട് പോകും എന്ന് പറഞ്ഞൊരു ചെറിയ മനുഷ്യനാണ്. നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ബെൻ കിങ്സ്ലിയെ പോലെ 6 അടി പൊക്കവും വലിയ നെഞ്ചുമുള്ള ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ വാരിയയിൽ നെഞ്ചത്ത് 6 തെളിഞ്ഞ് കാണാം, വശങ്ങളിലെല്ലാം നടുക്ക് തന്നെ നിഷ്കളങ്കനായി ചിരിക്കുന്ന കുഞ്ഞു മുഖമുള്ള ഗാന്ധിയുടെ നെഞ്ചിൽ 6 എല്ലുകൾ നടുക്ക് തന്നെ കാണാം. കുട്ടിക്കാലത്ത് ഗ്രഹണി പിടിച്ച ഒരു ബാല്യം ഉള്ളതുപോലെ. പ്രൈം മിനിസ്റ്ററിൻ്റെ മകനായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി പട്ടിണി കിടന്നതാണ്, ഇന്ത്യക്ക് വേണ്ടി ഭക്ഷണം കുറച്ചതാണ്, ഇന്ത്യക്ക് വേണ്ടി വസ്ത്രം കുറച്ചതാണ്, ഇന്ത്യക്ക് വേണ്ടിയിട്ട് തൻ്റെ രാഷ്ട്രീയ കാര്യാലയത്തിനെ ആശ്രമം എന്ന് വിളിച്ച ആളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനെ ഞാനിവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്തത് എം മുകുന്ദനാണ്. അത് ഏറ്റുവാങ്ങിയത് ശ്രീ വി ഡി സതീശനാണ്. അദ്ദേഹം എൻ്റെ പഴയ കാലം മുതലുള്ളൊരു നല്ല വായനക്കാരനാണ്. എൻ്റെ മനുഷ്യനാമുഖം വായിച്ചിട്ട് ഒരു 10 വർഷം മുമ്പ് എന്നെ വിളിച്ച് പരിചയപ്പെട്ട ആളാണ്. രാത്രി 11:30 വിളിച്ചിട്ട്
ഇത് വായിച്ചിട്ട് എനിക്ക് തന്നെ പരിചയപ്പെടാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ ഞെട്ടിപ്പോയി, ഒരു കോൺഗ്രസ്സുകാരനോ എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ. ഞാൻ പറഞ്ഞു BD സതീശൻ എന്ന് പറഞ്ഞാൽ മറ്റേ അത് തന്നെയാണോ, അത് തന്നെ. ഞാൻ പറഞ്ഞു ഏതൊരു സതീശനായിരിക്കും, സതീശൻ മാഷായിരിക്കും, പ്രൊഫസറായിരിക്കും, പക്ഷെ അല്ല, ഞാൻ തന്നെ. എന്താ വിശ്വസിക്കാൻ പറ്റുന്നില്ല? ഞാൻ പറഞ്ഞില്ല, വിശ്വസിക്കാനേ പറ്റില്ല. 11:30 ആയതുകൊണ്ട് സ്വപ്നമാണോ ദുസ്വപ്നമാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ താങ്കളുടെ ആദ്യത്തെ കഥ മൂലം എല്ലാം വായിക്കാറുണ്ട്, താനൊരു ജാടയും അഹങ്കാരിയാണെന്ന് കേട്ടോണ്ട് താനൊരു മിണ്ടാതിരുന്നതാണ്, പക്ഷേ ഇപ്പം എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല, തന്നെ വിളിച്ച് അഭിനന്ദിച്ചിട്ട് താൻ കിടന്നുറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ വലിയ സുഹൃത്തുക്കൾ, എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തിനെ പോലെ അടുപ്പമുള്ളൊരു ആളായി തീർന്നു. അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ഈ പുസ്തകം ഏറ്റുവാങ്ങിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഒരു കോൺഗ്രസ്സുകാരന്, വായിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരന് ഇത് കൊടുക്കണമെന്നും, ആ വായിക്കുന്ന കോൺഗ്രസ്സുകാരൻ കേരളത്തിലെ ഇപ്പോൾ ശബരി നല്ലൊരു വായനക്കാരനാണ്, എനിക്ക് വളരെ കാലം പരിചയമുള്ള ഒരു അടുത്ത സുഹൃത്താണ്. പ്രവീൺ കുമാർ അന്ന് എന്നോട് കുറ്റബോധത്തോടെ പറഞ്ഞു, ഞാൻ ഇനി മുതൽ ഭീകരമായിട്ട് വായിക്കും എന്ന് പറഞ്ഞു. ഈ പ്രകാശനം കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ സംഭവം എന്താ വെച്ചാൽ, പ്രവീൺ കുമാർ ഒരു വായനക്കാരനായി എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വായിക്കും, എനിക്ക് ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇനി പുസ്തകം വായിക്കും, സാഹിത്യം. അദ്ദേഹം മറ്റു പുസ്തകങ്ങൾ വായിച്ചത് എനിക്കറിയാം, സാഹിത്യത്തെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പദവി അനുസരിച്ച് അദ്ദേഹം പുസ്തകം വായിക്കാതെ ഇത് ഇങ്ങനെ എത്താൻ പറ്റില്ലെന്ന് എനിക്കറിയാം, പക്ഷേ അദ്ദേഹം സാഹിത്യകൃതികൾ ആഴത്തിൽ വായിക്കും എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പിന്നീട് പലപ്പോഴും, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ, രാത്രികളിൽ വിളിച്ചിട്ട് സുഭാഷേട്ടാ ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നിയതാണ്. ഇപ്പോൾ ശബരിയെ പോലെ കുറച്ചധികം പേരുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസ്സിലെ പുതിയ തലമുറയിൽ ഒരുപാട് പേര് വായിക്കുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ്. പഴയ കാലത്തെ DYFI നേതാക്കന്മാരെ പോലെ പഴകുളം മധു, അത് നിങ്ങൾ കണ്ടു അദ്ദേഹത്തിൻ്റെ ആ വായനയിലുള്ള എങ്ങനെയാണ് ഒരു പുസ്തകം വായിക്കേണ്ടതെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രിപ്പ്, വായനയുള്ള ഗ്രിപ്പ് നിങ്ങൾ കണ്ടു. പുതിയ തലമുറയിൽ എനിക്ക് ബഹുമാനം തോന്നുന്ന ഒരു എഴുത്തുകാരനൊരു വായനക്കാരനോട് ബഹുമാനം തോന്നേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ നമ്മുടെ നിലനിൽപ്പ് വായനക്കാരനുള്ളതായതുകൊണ്ട് നല്ല വായനക്കാരനെ കാണുമ്പോൾ നമുക്കൊരു ബഹുമാനം ഉള്ളിലുണ്ടാവും. അവനുള്ളത് കൊണ്ടാണ് ഞാനുള്ളത് എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. അങ്ങനെ പുതിയ തലമുറയിൽ കോൺഗ്രസ്സിൽ, പഴയ തലമുറ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എനിക്ക് എഴുതിയ ഒരു 5 കത്തുകളെങ്കിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഓർമ്മയുണ്ട്. അദ്ദേഹം സ്പീക്കറായിരുന്നപ്പോൾ, മന്ത്രിയായിരുന്നപ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ ഞാൻ കുട്ടിയായിരുന്നപ്പോഴാണിത്, ഇപ്പോഴും ഞാൻ കുട്ടി തന്നെയാണ്, എന്നാലും 10-25 വർഷങ്ങൾക്ക് മുമ്പ് അയച്ച കത്തുകളെ പറ്റി തന്നെ പറയാം. എനിക്ക് വളരെ ആ കഥ വായിച്ചിട്ട്, നോവൽ വായിക്കുമ്പോൾ അദ്ദേഹം ഇല്ല എനിക്ക് തോന്നുന്നു, അതിന് മുമ്പ് അദ്ദേഹം മനുഷ്യനാമവും വായിച്ചിട്ടില്ല. 2015 അദ്ദേഹം കുറച്ചു കാലം വയ്യാതെ എഴുതി, അത് അദ്ദേഹം വായിച്ചിട്ടില്ല. മനുഷ്യനാമത്തെ പറ്റി അദ്ദേഹം എനിക്ക് കത്തൊന്നും എഴുതിയിട്ടില്ല, കാരണം അവസാന ഘട്ടത്തിലായിരുന്നു തോന്നുന്നു. അതെ. അപ്പോൾ അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പുതിയ തലമുറ ഇവിടെ ഉണ്ടായി വരുന്നു. നമ്മൾ സമൂഹം ടോട്ടൽ ഡീക്കേ ആയി, ചീയലിൻ്റെ ത്രഷോൾഡിലെത്തി. ഒരു ചീയലിൻ്റെ ത്രഷോൾഡ്, അതിൻ്റെ ഉമ്മറപ്പടിയിലെത്തി നമ്മുടെ സമൂഹം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ വിശദീകരിക്കും. നമ്മൾ എന്തെല്ലാം പുകഴ്ച പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ തന്നെ ആ ചീയൽ നമ്മൾ ഫീൽ ചെയ്യാൻ തുടങ്ങി. നന്മയുടെ, ധാർമ്മികതയുടെ, നൈതികയുടെ ഒന്നും നമ്മുടെ ഉള്ളില്ലെന്ന് നമുക്ക് തന്നെ സ്വയം തോന്നുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങി. നമുക്ക് എല്ലാവർക്കും, നമ്മൾ പുറത്ത് പറയാത്തതാണ്. രാഷ്ട്രീയ കക്ഷികൾ പരസ്പരം പോരടിക്കുമ്പോൾ ഇത് നിങ്ങൾ ചീഞ്ഞു, ഞങ്ങൾ ചീഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പുറത്തു നിന്ന് നോക്കുന്നവർക്കറിയാം എല്ലാവരും ചീഞ്ഞിരിക്കുക എന്നറിയാം. നാശാന്ത കൂപത്തിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് ചെയ്യുകയാണ് ഇങ്ങനെ. അതിൻ്റെ ഇടയിൽ നമുക്ക് കൊണ്ടുവരാവുന്ന ഒരു പരൽ രൂപത്തിൽ കൊണ്ടുവരാവുന്ന ശുദ്ധമായിട്ടുള്ള ഒരു മൂലകമാണ് മഹാത്മാഗാന്ധി. നിങ്ങൾ വെറുതെ മഹാത്മാഗാന്ധി എടുത്ത് പൊക്കി പിടിച്ചാൽ അപ്പുറത്തൊരു പേടിക്കും. മാണി മാധവ ചാക്യാർ മറ്റേ രാവണൻ കൈലാസം എടുത്ത് അമ്മാനം എടുത്തായിട്ട് ആംഗ്യം കാണിച്ചതിന് ശേഷം ഒരു സായിപ്പിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ കാണിച്ചപ്പോൾ സായിപ്പ് തകിടം മറിഞ്ഞ് വീണതുപോലെ നിങ്ങൾ മഹാത്മാഗാന്ധി ആംഗ്യത്തിൽ കാണിച്ചാൽ മതി, എന്നിട്ട് അങ്ങോട്ട് ഇടണം കാണിച്ചാൽ അവർ ബോധം കെട്ട് വീഴും. കാരണം അവർക്ക് അങ്ങനെ ഒരാളെ പരിചയമില്ല. നിങ്ങൾ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പതറി നിന്നപ്പോൾ അവരുടെ അക്രീതദാസന്മാരായി അവരുടെ ചെരുപ്പ് നോക്കി, ഷൂസ് നോക്കി, എങ്ങനെയെങ്കിലും പറ്റിക്കൂടാൻ വേണ്ടി നിന്ന സമയത്ത് ഒരു ചെറിയ മനുഷ്യൻ വടി പിടിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വാ, ഇവന്മാരെ നമുക്ക് ഓടിക്കാം, വെറുതെ നിന്ന് തന്നാൽ മതി, അടിക്കുമ്പോൾ കൊണ്ടാൽ മതി, വെടിവെക്കുമ്പോൾ ചത്താൽ മാത്രം മതി, നമുക്ക് കിട്ടും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു. ആരും അത് വിശ്വസിച്ചില്ല. എന്തൊരു മണ്ടത്തരാണ് ഈ പറയണതെന്ന് വിചാരിച്ചു. ലോകം മുഴുവൻ ഭരിക്കുന്നൊരു വലിയ രാജ്യത്തിനെതിരെയാണ് അദ്ദേഹം പട നയിച്ചത്. ഇവിടെ ചെറിയൊരു ഏരിയയിൽ കിടന്ന് ഭരിക്കുന്ന ഒരു ഏരിയ, ഇന്ത്യ എന്ന് വെച്ചാൽ അത്ര വലിയ പ്രദേശമൊന്നുമല്ല. അതിൽ 33-34% ഉള്ളൂ ഈ പറയുന്ന ഭീകരന്മാർ എന്ന് പറയുന്നത്. അത് വളരെ ചെറിയ നിസ്സാരമായ, ബാക്കി 70%-ലധികം നമ്മളുണ്ട്. ആ മോദി ഉണ്ട്. ആ മോദിയുടെ ശതമാനം 70ആണ്.
ഈ 70% ഒന്നിച്ച് നിന്നാൽ മാത്രം മതി. ഈസി ആയിട്ട് കുറ്റിയും പറിച്ചുകൊണ്ട് ഓടുന്ന നമ്മൾ കാണും. അസംഘടിത ഭൂരിപക്ഷം അത് ഒന്നിച്ച് നിന്നാൽ മാത്രം മതി. അതുകൊണ്ട് ദേവി ഇത് ഞങ്ങൾക്ക് സുഭാഷ് ചന്ദ്രനുണ്ട്, അദ്ദേഹം അമോദി എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ടെന്ന് എവിടെയും ചെന്ന് പറയരുത്. ഞാനും ഭാര്യയും മക്കളായിട്ട് സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. ഇതിൽ നിന്ന് കിട്ടിയ വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഭാവിയിൽ ഇന്ത്യയെ, കോൺഗ്രസിന് പല തെറ്റുകളുണ്ട്, അതൊക്കെ ഈ ചർച്ച ചെയ്യേണ്ട വേദി ഇതല്ല. എനിക്ക് കോൺഗ്രസിനെ പറ്റി ഒരുപാട് വിമർശനങ്ങളുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയും എനിക്ക് വിമർശനങ്ങളുണ്ട്, എല്ലാ പാർട്ടികളെയും പറ്റി എനിക്ക് വ്യക്തിപരമായ വിമർശനങ്ങളുണ്ട്. അതൊന്നും പറയേണ്ട ചടങ്ങ്. പക്ഷേ കോൺഗ്രസിൻ്റെ അകത്ത് ഖദറിൻ്റെ വെണ്മ പോലെ, ഉപ്പിൻ്റെ വെണ്മ പോലെ ഒരു വെളുപ്പുണ്ട്. അത് നിങ്ങൾ എത്ര മുഷിക്കാൻ നോക്കിയാലും അത് മുഷിയില്ല. കാരണം അത് ഉണ്ടാക്കിയ ആളുകളുടെ നന്മയുടെ വെണ്മയാണത്. അതിൻ്റെ ആ വെണ്മ അവിടെ കിടക്കും. അത് വീണ്ടും പരൽ രൂപത്തിൽ അടിഞ്ഞു വരും. നിങ്ങളെ ഈ അഖണ്ഡ ഭാരതത്തിൻ്റെ വലിയ പദവികളിലേക്ക് ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ എത്തിച്ചേരുന്ന കാലം ഞാൻ ഈ സന്ധ്യയിൽ ദീർഘദർശനം ചെയ്യുന്നു. ഇന്ത്യക്ക് ഒരു പുതിയ വലിയ, നമുക്ക് ഇടതുപക്ഷമൊന്നും ഇന്ത്യ ഭരിക്കുന്ന സങ്കല്പിക്കാൻ പോലും പറ്റില്ല. എം എ ബേബി ചേട്ടൻ എൻ്റെ ചേട്ടനെ പോലെ ആളാണ്. അദ്ദേഹം പോലും വിചാരിക്കുന്നില്ല എം എ ബേബി ഇങ്ങനെ സെക്രട്ടറി ആയി എന്നൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യം. ഞാൻ വിളിച്ച് അഭിനന്ദിച്ചു. പക്ഷേ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുമെന്ന് നമുക്കൊരു പ്രതീക്ഷയില്ല. അങ്ങനെ ഒരു ഈ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സാധിക്കില്ല. ഏറ്റവും കുറഞ്ഞ വൈപ്പിൻ ദ്വീപൊക്കെ മുങ്ങിയതിന് ശേഷമെങ്കിലൊക്കെ അത്രയും കാലത്തെങ്കിലും ആവും. കിരിബാത്തി ദ്വീപുകൾ പസഫിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയതിനൊക്കെ ശേഷം ഭാവിയിൽ ചിലപ്പോൾ നമുക്ക് ആഗോള താപനം വന്നു കഴിഞ്ഞു, സമുദ്രനിരപ്പ് 1 മീറ്റർ ഉയർന്നാൽ ഇവിടെ വെള്ളത്തിൽ പോകും. അപ്പോൾ അത് ഒരു വിദൂര ഭാവിയിൽ നടക്കാത്ത സ്വപ്നമാണ്. എങ്കിലും ഇത് വളരെ എളുപ്പത്തിൽ നടക്കുന്നതാണ്. വെളുത്തുള്ളി എടുത്ത് ഉയർത്തുന്നത് പോലെ, കുരിശെടുത്ത് ഉയർത്തുന്നത് പോലെ, ചെകുത്താനെതിരെ ഇത് രണ്ടും ഉയർത്തുന്നത് പോലെ വേറൊരു ചെകുത്താൻ വരുമ്പോൾ നമുക്ക് ഗാന്ധി എടുത്ത് പൊക്കി പിടിച്ചാൽ മതി, അവരപ്പോൾ ഓടിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ആ കയ്യിൽ നിങ്ങളുടെ ഗാന്ധി വേണം, നോട്ടല്ല. കോൺഗ്രസ്സുകാരുടെ പോക്കറ്റിലുള്ള ഗാന്ധി ഈ നോട്ടിൻ്റെ ഗാന്ധിയാണ്. അതൊന്ന് ഇറക്കി താഴെ വെച്ചിട്ട് എവിടെയെങ്കിലും നിങ്ങൾ ഒറിജിനൽ ഗാന്ധി ഒന്ന് എടുത്ത് ഇങ്ങനെ പൊക്കി പിടിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എഴുത്തുകാരൻ രാഷ്ട്രീയക്കാരൻ്റെ ജ്യേഷ്ഠനാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ശബരി അതുകൊണ്ട് എൻ്റെ അനുജനാണ്. പ്രവീൺ കുമാർ എൻ്റെ അനുജനാണ്. മധു എൻ്റെ അനുജനാണ്. പ്രായം കൊണ്ട് എന്നൊക്കെ, പ്രായം കൊണ്ട് ഞാൻ വളരെ ഇളയതായിരുന്നു. പക്ഷേ എഴുത്തുകാരൻ രാഷ്ട്രീയക്കാരൻ്റെ ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠതുല്യനായിട്ട് അവരെ വഴി നടത്തിക്കാൻ സാധിക്കുന്ന ഒരാളാണ് എപ്പോഴും വലിയ എഴുത്തുകാരൻ. അതുകൊണ്ട് ഞാൻ ആ അധികാരത്തോടെ പറയുകയാണ്, നിങ്ങൾക്കിത് എളുപ്പത്തിൽ സാധിക്കും, എളുപ്പത്തിൽ സാധിക്കും. നിങ്ങൾ ചെയ്യാതിരിക്കുക മാത്രമാണ്. നിങ്ങൾ മറ്റേ ഗാന്ധിയുടെ പിന്നാലെ ഓട്ടം നിർത്തിയിട്ട് ഈ ഗാന്ധിയെ ഒന്ന് പതുക്കെ പൊക്കി എടുത്താൽ എളുപ്പത്തിൽ സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സന്ധ്യയിൽ എന്നെ വിളിച്ചതിനും ഈ എൻ്റെ ജ്യേഷ്ഠതുല്യനായിട്ടുള്ള കെ വി മോഹൻകുമാർ അടക്കമുള്ള മലയാളത്തിലെ വലിയൊരു എഴുത്തുകാരനെ വിളിച്ചു വരുത്തി ഇവിടെ എനിക്ക് വേണ്ടിയിട്ട് ഈ പുസ്തകത്തിന് വേണ്ടി സംസാരിപ്പിച്ചതിലുള്ള ധന്യതയും നന്ദിയും സ്നേഹവും നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ ത്രിവർണ്ണോത്സവത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.